ഏറ്റവും പ്രിയങ്കരായ അധ്യക്ഷൻ ശ്രീ ജോയി എബ്രഹാം, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യനായ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA, UDF-ന്റെ കൺവീനർ MM ഹസൻ അടക്കം വേദിയിലുള്ള ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും പ്രിയങ്കരായ നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എന്തിനു വേണ്ടിയിട്ടാണ് ഈ മലയോര സമര യാത്രയെന്ന് എനിക്ക് മുൻപ് സംസാരിച്ച നേതാക്കളെല്ലാം വേദിയിൽ നിങ്ങളോട് പറഞ്ഞു. വല്ലാത്ത സങ്കടങ്ങളാണ് മലയോരം. വന്യജീവി ആക്രമണവും വന്യജീവി ആക്രമണങ്ങളും കാർഷിക പ്രശ്നങ്ങളും ഭൂമി സംബന്ധമായ വിഷയങ്ങളും എല്ലാം ചേർന്ന് മലയോരത്തെ ജനത സങ്കടക്കടലിലാണ്. വന്യജീവി ആക്രമണം രൂക്ഷമാവുകയാണ്. ഞങ്ങൾ വയനാട് ബത്തേരിയിൽ ചെല്ലുമ്പോൾ 5 കടുവയാണ് ഇറങ്ങിയത്. എങ്ങനെയാണ് കുട്ടികൾ സ്കൂളിൽ പോകുന്നത്? പുല്ല് പറിക്കാൻ പോകാൻ പറ്റില്ല, ആശുപത്രിയിൽ പോകാൻ പറ്റില്ല, കൃഷി മുഴുവൻ തകർന്ന് പശുവിനെ കറന്നാണ് മനുഷ്യൻ ജീവിക്കുന്നത്. ആ പശുവിന്റെ പാല് സൊസൈറ്റിയിലെത്തിക്കാൻ പറ്റില്ല. പുറത്ത് ആരെങ്കിലും വീട്ടിൽ നിന്ന് പോയാൽ ഭീതിയാണ് വീട് മുഴുവൻ. അവിടെ 9 പേരെയാണ് കടുവ കടിച്ചു വന്നത്. കണ്ണൂരിൽ ആറളത്തി എന്നപ്പോൾ 17 പേരെയാണ് ആന ചവിട്ടി കൊന്നത്. ഞാൻ മാസങ്ങൾക്ക് മുൻപ് മാനന്തവാടിയിൽ ചെന്നപ്പോൾ അജീഷിനെ ആന ചവിട്ടിക്കൊന്നു. മകൾ 6ാം ക്ലാസ്സിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. എന്നോട് ചോദിച്ചു, സാറേ, ഞാൻ അനാഥയായി, ഇനി ഒരു അനാഥ എന്നെ പോലെ ഉണ്ടാവില്ല എന്ന് സാറിന് ഉറപ്പ് പറയാൻ പറ്റുമെന്നാണ്. നമ്മുടെ ചങ്കു പറഞ്ഞു പോകുന്ന ചോദ്യമാണ് കുഞ്ഞിന്റെ. സഹിക്കാൻ പറ്റില്ല നമുക്ക്. കൃഷി മുഴുവൻ നശിച്ചല്ലോ. ഇവിടെ പറഞ്ഞല്ലോ, മലയോരത്ത് എന്തായിരുന്നു? ചേന, ചേമ്പ്, കപ്പ, ഒരു കിഴങ്ങ് കൃഷി നടക്കില്ല, എല്ലാം പന്നി നശിച്ചു. കുരങ്ങൻ വന്ന് മഞ്ഞങ്ങ പരുവത്തിൽ നാളികേരിട്ടുകൊണ്ട് പോകും. ആന വാഴ നശിപ്പിക്കും, എല്ലാ കൃഷിയും നശിപ്പിക്കും. ആതിരപ്പള്ളിയിൽ ചെന്നപ്പോ പ്ലാവെല്ലാം വെട്ടിമാറ്റുന്നു പറമ്പിൽ നിന്ന്. പ്ലാവ് നിന്നാൽ ചക്ക ഉണ്ടാവും, ആന വരും. വാഴ കൃഷി വേണ്ടാന്ന് തീരുമാനിച്ചു. എന്ത് കൃഷി നടത്തി എങ്ങനെ ജീവിക്കും മനുഷ്യൻ? അപ്പൊ ഇത് നമ്മുടെ നിയമസഭയിൽ ഗവർണറെ കൊണ്ടുള്ള നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറഞ്ഞിരിക്കുന്നത് കേരളത്തിൽ വന്യജീവി ആക്രമണങ്ങൾ കുറഞ്ഞു വരികയാണെന്നാണ് മന്ത്രി പറഞ്ഞു നിയമസഭയിൽ. ഞങ്ങൾ ചോദിച്ചു, നിങ്ങൾ ഏത് ഗ്രഹത്തിലാണ് ജീവിക്കുന്നത്? നിയമസഭയിൽ തന്നെ ഞങ്ങൾക്ക് തന്ന ഉത്തരങ്ങളുണ്ട്. കഴിഞ്ഞ 6-7 വർഷമായി 60,000-ത്തിലധികം വന്യജീവി ആക്രമണങ്ങൾ, 1000-ത്തിലധികം ആളുകളാണ് മരിച്ചത്, 8,000-ത്തിലധികം ആളുകൾ പരിക്കുപറ്റി കിടക്കുന്നു, കോടിക്കണക്കിന് രൂപയുടെ കൃഷിഭൂമി നശിച്ചു. എന്നിട്ട് പറയാൻ കുറഞ്ഞു വരികയാണ്. എന്ത് ചെയ്യണം? നമ്മൾ പറയണ്ടേ? ജാഥ നടത്തിയാൽ മാത്രം മതിയോ? 2 കാര്യങ്ങൾ ചെയ്യണം. 2 കാര്യങ്ങൾ. പരമ്പരാഗതമായ ചില കാര്യങ്ങളുണ്ട്. മതില് കെട്ടും, കിടങ്ങു കുഴിക്കും, സൗരോർജ വേലി വെക്കും, ഇലക്ട്രിക് ഫെൻസിങ് വെക്കും, ഹാങ്ങിങ് ഫെൻസിങ് വെക്കും, റെയിൽ ഗാർഡ് വെച്ച് തടയും. നിങ്ങൾക്കറിയോ, കഴിഞ്ഞ 4 വർഷമായിട്ട് ഈ പരമ്പരാഗതമായ പ്രതിരോധ മാർഗങ്ങളിൽ ചെയ്യാൻ വേണ്ടി ഈ സർക്കാർ 1 രൂപ ചെലവാക്കിയിട്ടില്ല. 1 രൂപ. ഞങ്ങളുടെ കയ്യിൽ കണക്കുണ്ട്. ഞാൻ അഭിമാനത്തോടെ പറയുന്നു, കഴിഞ്ഞ 3.5 വർഷക്കാലമായി കേരളത്തിന്റെ നിയമസഭയിൽ ഈ പ്രതിപക്ഷം ഏറ്റവും പ്രയോറിറ്റി കൊടുത്ത് ഉന്നയിച്ച വിഷയം മലയോരത്തെ ജനങ്ങളുടെ സങ്കടങ്ങളാണ്. 6 അടിയന്തര പ്രമേയങ്ങളാണ് ഞങ്ങൾ അവതരിപ്പിച്ചത്. നിരവധി ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയങ്ങൾ, പ്രസംഗങ്ങൾ, സബ്മിഷനുകൾ നിസ്സംഗതയാണ്.
ഞാൻ മന്ത്രിയായതുകൊണ്ടാണോ ആന കാട്ടിൽ നിന്ന് ഇറങ്ങുന്നത് എന്ന് ചോദിക്കുന്ന ഒരു വനം മന്ത്രിയാണ് കേരളത്തിലുള്ളത്. ഒരു കാര്യം ചെയ്യില്ല, ഒരു കാര്യം, ഒരു രൂപ ചെലവാക്കില്ല ഇതിനു വേണ്ടി. മലയോരത്തെ ജനങ്ങളെ അവരുടെ വിധിക്ക് വിട്ടുകൊടുത്തിരിക്കുന്നു. കടുവ കടിച്ചു കൊല്ലാനുണ്ടെങ്കിൽ അങ്ങനെ, ആന ചവിട്ടി കൊല്ലാനുണ്ടെങ്കിൽ അങ്ങനെ. കണ്ടിന്റെ കാട്ടുമൂത്ത് വീടിന്റെ ഉമ്മറത്ത് വരാതെ ഇരിക്കുന്ന ആളാണ് കടവലയിൽ ഇല്ലേ? റബ്ബർ ടാപ്പിങ്ങിന് പോയ ഒരാളെ കൊന്ന് വീണ്ടും വീടിന്റെ വരാന്തയിലിരിക്കുന്ന ആളുകളാണ്. ഞങ്ങൾ കൊട്ടിയൂരി എന്നപ്പോ വനാതിർത്തിയിൽ നിന്നും 15 കിലോമീറ്റർ അകലെയുള്ള സ്കൂളിൽ മൃഗങ്ങളാണ് മുഴുവൻ ഇല്ലി തോളിൽ പറഞ്ഞു ഞങ്ങൾ സ്കൂൾ അടച്ചുകൂട്ടാൻ പോവാണ്. സിസ്റ്റേഴ്സ് പറഞ്ഞു നിവർത്തിയില്ല. കുഞ്ഞുങ്ങൾ വന്ന് ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോ റോഡിന്റെ നേരെ അപ്പുറത്തെ ആനയാണ്. കുഞ്ഞുങ്ങൾ വന്ന് ബസ് സ്റ്റോപ്പിലേക്ക് സ്കൂൾ വിട്ടിലേക്ക്. ഇതിനൊരു നിയന്ത്രണം വേണ്ടേ? ഇതിനൊരു പരിഹാരം വേണ്ടേ? പരമ്പരാഗതമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ ആവശ്യമായ പണം അനുവദിക്കണം. 1. 2, ഇന്ന് ആധുനികമായ സങ്കേതങ്ങളുണ്ട്. വനാതിർത്തിയിൽ വന്യമൃഗങ്ങളുടെ മൂവ്മെന്റ്സ്, ചലനങ്ങൾ അറിഞ്ഞാൽ അത് അറിയാനുള്ള സംവിധാനമുണ്ട്. ഇപ്പോ ലോകരാജ്യങ്ങളിലുണ്ട്, തമിഴ്നാട്ടിലുണ്ട്, കർണാടകത്തിലുണ്ട്, മധ്യപ്രദേശിലുണ്ട്, ഹിമാചലിലുണ്ട്, സുന്ദർബാൻസിലുണ്ട്, എല്ലായിടത്തും ഉണ്ട്. അവരറിഞ്ഞാൽ ഇൻഫർമേഷൻ കൊടുക്കും. മാത്രമല്ല അവരെ ശബ്ദമുണ്ടാക്കി, കൃത്രിമമായ ശബ്ദമുണ്ടാക്കി തിരിച്ചോടിക്കാനുള്ള സംവിധാനമുണ്ട്. കാട്ടിൽ അവർക്ക് ഭക്ഷണം ഒരുക്കാനുള്ള സംവിധാനമുണ്ട്. വെള്ളവും ഭക്ഷണവും ഒരുക്കാൻ ഇവിടെ ഒന്നും ചെയ്യും. ഇവിടെ ഒരു കാര്യം ചെയ്യില്ല. കഴിഞ്ഞ 3-4 കൊല്ലമായിട്ട് ഒന്നും ചെയ്യുന്നില്ല. ചെറുവിരൽ അനക്കുന്നില്ല. അതിന്റെ മീതെയാണ് ബഫർ സോണിന്റെ പ്രശ്നം. ഞാൻ ഒരു കാര്യം ഉറച്ചു പറയുന്നു, വന സംരക്ഷണത്തിന് 100% അതിന്റെ ഒപ്പമാണ് UDF. ഒരു വിട്ടുവീഴ്ചയില്ല. വനം സംരക്ഷിക്കപ്പെടണം. പക്ഷെ കേരളത്തിന്റെ ഭൂവിസ്തൃതിയുടെ 29.1% വനമാണ്. ദേശീയ ശരാശരിയേക്കാൾ വളരെ കൂടുതലാണ്. ഇനി വനം വേണ്ട, ഉള്ള വനം സംരക്ഷിക്കും. ഇനി ബഫർ സോൺ എന്ന് പറഞ്ഞ് പട്ടണം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ ബഫർ സോൺ വന്നാൽ ഏകദേശം റിസർവ് ഏരിയയുടെ ഇതിലേക്ക് പോകും. ആളുകൾ എങ്ങോട്ട് പോകും? പല ടൗണും കേരളത്തിലെ ബഫർ സോണിന്റെ ഏരിയയിൽ വരിക. അപ്പൊ സംസ്ഥാന ഗവൺമെന്റുകൾക്ക് അഭിപ്രായം പറയാം. നമ്മൾ പറഞ്ഞു 1 കിലോമീറ്റർ ബഫർ സോൺ, തമിഴ്നാട് പറഞ്ഞു 0 ബഫർ സോൺ, 0. വനാതിർത്തി തന്നെ, അതിന്റെ അപ്പുറത്തോട്ട് വേണ്ട. അത് സംരക്ഷിക്കപ്പെടട്ടെ. 1 ഇഞ്ച് വനം പോലും പോകരുത്. ഇവിടെ ചെയ്തതെന്താ? ഏഞ്ചൽ വാലിയിലും പമ്പ വാലിയിലും ടൈഗർ റിസർവാക്കി. ടൈഗർ റിസർവാക്കിയാൽ ഇപ്പൊ അവിടെ താമസിക്കുന്ന ആളുകൾക്ക് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ടൈഗർ റിസർവിൽ കയറി താമസിക്കാൻ പാടില്ല. മനുഷ്യൻ താമസിക്കുന്ന സ്ഥലം ടൈഗർ റിസർവാക്കി നോട്ടിഫിക്കേഷനാണ്. പിന്നെ അവിടെ ജീവിക്കാൻ പറ്റില്ല. ഡീനോട്ടിഫൈ ചെയ്യാമെന്ന് പറഞ്ഞ് ഞങ്ങളൊക്കെ അവിടെ പോയി സമരം ചെയ്ത ആളുകളാണ് ഇല്ലേ? ഒരു ഡീനോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. ഇടുക്കി ജില്ലയിൽ ചെന്നപ്പോ 19,000 ഏക്കറാണ് നോട്ടിഫൈ ചെയ്തിരിക്കുന്നത് പുതിയതായിട്ട് വനഭൂമിയായിട്ട്. മനുഷ്യൻ ജീവിക്കട്ടെ. മനുഷ്യൻ എങ്ങോട്ട് പോകും? അപ്പൊ ഈ ഭൂമി പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകണം. പട്ടയ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകണം. ഇപ്പൊ പുഞ്ചവയിൽ തൊട്ട് ഉള്ള പട്ടയ പ്രശ്നമുണ്ട്, ഭൂമി പ്രശ്നങ്ങളുണ്ട്. കൃഷി കംപ്ലീറ്റ് തകർന്നുപോയി. കീടനാശിനിയുടെ വില കൂടി ഇല്ലേ? വളത്തിന്റെ വില കൂടി, ചെലവ് വർദ്ധിച്ചു. ഒരു തരത്തിലുള്ള കൃഷിയും ചെയ്യാൻ പറ്റാത്ത സാഹചര്യം. ഒരു കാർഷിക പാക്കേജ് ഉണ്ടോ? ഒന്നുമില്ല. അപ്പൊ മലയോരത്ത് എന്ന് പറയുന്നത് 3-4 തലമുറകൾക്ക് മുൻപ് കുടിയേറി കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ജീവിതം ഉണ്ടാക്കിയവരുടെ 3-ാമത്തെയും 4-ാമത്തെയും തലമുറയാണ്. അവരെ അവിടെ നിന്ന് ആട്ടി ഓടിക്കാമോ? അവർക്ക് ജീവിക്കണ്ടേ? അവർക്ക് സംരക്ഷണം ഒരുക്കണ്ടേ? അതിനുവേണ്ടിയാണ് ഈ മലയോര സമരയാത്ര. ഞങ്ങള് സങ്കടങ്ങൾ പങ്കിടുകയും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും മാത്രമല്ല, ഈ ജാഥയ്ക്കൊരു സന്ദേശമുണ്ട്. കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണിയിൽ മലയോരത്തെ ജനങ്ങളോട് പറയുന്നു, നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട്. ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുന്നത് വരെ കൂടെ ഉണ്ടാകും. ശ്രീ ആന്റോ ആന്റണി MP ഇന്നലെ പാർലമെന്റിൽ ഈ വിഷയം ഉന്നയിച്ചു. നിരവധി പ്രാവശ്യം നമ്മുടെ MP-മാർ, ആന്റോ അടക്കമുള്ള MP-മാർ പാർലമെന്റിൽ ഉന്നയിച്ചു. ഐക്യ ജനാധിപത്യ മുന്നണി തീരുമാനിച്ചിരിക്കുന്നത് വന്യജീവി നിയമത്തിൽ ആവശ്യമായ ഭേദഗതി വരുത്താൻ കേരളത്തിലെ 18 UDF MP-മാരും ഒറ്റക്കെട്ടായി പരിശ്രമിക്കുന്നതാണ്.
മേപ്പാടിയിൽ ഈ മലയോര സമരയാത്രയിൽ പങ്കെടുത്ത ശ്രീമതി പ്രിയങ്ക ഗാന്ധിയും പറഞ്ഞു, ഇത് പാർലമെന്റിൽ ഉന്നയിക്കും, അസംബ്ലിയിൽ ഞങ്ങളുണ്ട്, പുറത്ത് നമ്മളുണ്ട്. ഗവൺമെന്റുകളെ കൊണ്ട് പരിഹാരമുണ്ടാക്കാനുള്ള പരമാവധി സമ്മർദ്ദം ഞങ്ങൾ ചെയ്യും. എന്നിട്ടും ചെയ്തില്ലെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട, ഇത് താഴെ പോവാറായി, സമയമായി, അവസാനത്തെ സമയമായി. ഈ ഗവൺമെന്റിന്റെ ഐക്യ ജനാധിപത്യ മുന്നണി കൊടുങ്കാറ്റ് പോലെ കേരളത്തിൽ തിരിച്ചു വരും. അന്ന് മലയോരത്തെ ജനങ്ങളുടെ സങ്കടങ്ങളായിരിക്കും ഒന്നാമത്തെ പരിഗണനയിൽ വെച്ചുകൊണ്ട് നമ്മൾ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കും എന്ന വാക്ക് തരാൻ കൂടിയാണ് ഈ മലയോര സമരയാത്രയുമായി ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത്. സത്യത്തിൽ ഈ യാത്ര തുടങ്ങുമ്പോൾ നമ്മുടെ ആദ്യത്തെ ആവശ്യം നിർദ്ദിഷ്ട വന നിയമം പിൻവലിക്കണമെന്നാണ്. ഈ ദ്രോഹത്തിന്റെ ഇടയിൽ വനപാലകർക്ക് അമിതമായ അധികാരം, ആരെയും വീട്ടിൽ റെയ്ഡ് ചെയ്ത് ആരെയും അറസ്റ്റ് ചെയ്യാനുള്ള അമിതാധികാരം കൊടുക്കുന്ന വനനിയമം പ്രഖ്യാപിച്ചു. ഞങ്ങൾ പറഞ്ഞു, നിയമസഭയിൽ ഈ വനനിയമം അവതരിപ്പിക്കാൻ ഞങ്ങൾ അനുവദിക്കുന്ന പ്രശ്നമില്ല എന്ന് ഉറച്ച നിലപാടുണ്ട്. നമ്മുടെ ഈ ജാഥ പ്രഖ്യാപിക്കുമ്പോൾ നമ്മുടെ ആദ്യത്തെ ആവശ്യം ആ വനനിയമം പിൻവലിക്കണമെന്നുള്ളതാണ്. നമ്മുടെ ജാഥ പ്രഖ്യാപിച്ച് ഒരാഴ്ചക്കുള്ളിൽ ഈ സർക്കാർ ആ നിർദ്ദിഷ്ട വനനിയമം പിൻവലിച്ചു കൊണ്ടുപോയി. നമ്മുടെ ജാഥയുടെ ആദ്യത്തെ വിജയമാണ്. ഇനി നമ്മൾ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും കൃത്യമായ പരിഹാരം ഉണ്ടാക്കുന്നത് വരെയുള്ള പോരാട്ടത്തിൽ മലയോരത്തെ ജനങ്ങളോടൊപ്പം ഐക്യ ജനാധിപത്യ മുന്നണി ഉണ്ടാകുക തന്നെ ചെയ്യും എന്ന വാക്ക് നൽകിക്കൊണ്ട് നിങ്ങൾ ഇവിടെ നൽകിയ, ഹൃദയത്തിൽ ചാലിച്ചു നൽകിയ ഈ മനോഹരമായ സ്വീകരണത്തിന് നന്ദി പറയാൻ വാക്കുകളില്ലാതെ ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം.